ബേബിക്ക് ഡയപ്പർ റാഷസ് വരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും 24 hours കുട്ടീനെ ഡയപ്പർ വെയർ ചെയ്യിപ്പിക്കരുത്. ബേബിക്ക് കുറച്ചു നേരം എല്ലാ ദിവസവും നിർബന്ധമായിട്ടും കുറച്ചു നേരം നിങ്ങൾ ഡയപ്പർ ഫ്രീ ടൈം കൊടുക്കേണ്ടതാണ്. നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഡയപ്പർ എത്ര ടൈം അല്ലെങ്കിൽ എത്ര മണിക്കൂർ ഉപയോഗിക്കുക എന്നുള്ളത്. ഒരു ഡയപ്പർ മാക്സിമം 4 hours, മിനിമം 3 hours നിങ്ങൾ ഡയപ്പർ ചേഞ്ച് ചെയ്തിരിക്കണം. ഇനി ഒരു ഡയപ്പർ വെറ്റായി കഴിഞ്ഞാൽ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ ആ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എക്സ്പെഷ്യലി ബേബി സ്റ്റൂളാണ് പാസ് ചെയ്തതെങ്കിൽ പെട്ടെന്ന് തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയപ്പറിൻ്റെ സൈസ്. ഒരിക്കലും ബേബിക്ക് ഡയപ്പർ ഓവർ ടൈറ്റൻ ആവരുത്. ഓവർ ടൈറ്റൻ അത് ബേബിയുടെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഡയപ്പറിൻ്റെ സൈസിലും ചേഞ്ചസ് വരും. സോ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പുതുതായിട്ട് ഏതെങ്കിലും ഡയപ്പർ ബ്രാൻഡോ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഡ്രസ്സോ സോപ്പോ ബോഡി വാഷോ ബോഡി ലോഷനോ ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമാണോ ബേബിക്ക് ഡയപ്പർ റാഷ് വന്നത് എങ്കിൽ അത് നിങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഡയപ്പർ റാഷ് ഉള്ളൊരു ബേബി ആണെങ്കിൽ ആ ഏരിയ പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടാൽക്കം പൗഡർ അതൊന്നും നിങ്ങൾ ആ ഒരു ഏരിയയിൽ ഇടരുത്. അത് വീണ്ടും സ്കിന്നിനെ വഷളാക്കാനുള്ള ചാൻസ് ഹയർ ആണ്. സോ ഒരിക്കലും ഡയപ്പർ റാഷസ് ഉള്ളൊരു ബേബിക്ക് ആ ഒരു ഏരിയയിൽ പൗഡേഴ്സ് യൂസ് ചെയ്യരുത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു മേജർ കാര്യമാണ്, നിങ്ങൾ ഡയപ്പർ ചേഞ്ച് ചെയ്തതിന് ശേഷം പലരും ചെയ്യുന്നൊരു കാര്യമാണ് വൈപ്സ് അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂ ഉപയോഗിച്ച് അത് തുടയ്ക്കുക. തുടച്ചതിന് ശേഷം ഒരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് ഉറപ്പായിട്ടും ആ ഒരു ഏരിയ നിങ്ങൾ ഡ്രൈ ആക്കുക. ഒരിക്കലും ആ ഒരു ഏരിയ വെറ്റായിട്ട് കീപ്പ് ചെയ്യരുത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബേബിക്ക് ഡയപ്പർ റാഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.